പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. തിരുവനന്തപുരത്തെ വസതിയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. ബാരിക്കേഡിന് മുകളിൽ കയറിയ വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആ ദൃശ്യങ്ങളിലേക്ക്. തിരുവനന്തപുരത്ത് അല്പം മുൻപ് നമ്മൾ കണ്ടതുകൂടാതെ യുവമോർച്ച വിവിധയിടങ്ങളിൽ സമരം നടത്തി. തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ച്, ഒപ്പം കോഴിയെ കൊണ്ടുള്ള സമരം, അതെല്ലാം ഉണ്ടായിരുന്നു. അഷിൻ ഡിയാഗോ ഈ സമരത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ നൽകും. അഷിൻ, സമരമൊക്കെ നടന്നോട്ടെ, രാജിവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് മുന്നോട്ട് പോവുകയാണ്. കോടതിയിൽ നിന്നും ഇപ്പോൾ ഒരു 5 ദിവസത്തെ ആശ്വാസം ലഭിച്ചിരിക്കുന്നു. ഒപ്പം പാർട്ടി കൂടെയുണ്ട്. പ്രതിഷേധക്കാരുടെ ഒരു നിലപാട് എങ്ങനെയാണ്? അവർ പ്രതിഷേധം ഇതേപടി മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? സുജയ, നിലവിലിപ്പോൾ ഈ ഒരു കാര്യത്തിൽ മുകേഷിന് ഏറ്റവും ഒടുവിലായി കോടതിയിൽ നിന്ന് പോലും അനുകൂലമായ ഒരു ആശ്വാസകരമായ ആ ഒരു തീരുമാനമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ മുകേഷിൻ്റെ രാജി, അതിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. കാരണം ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. കാരണം ഈ ഒരു ആരോപണം, ഗുരുതരമായ ആരോപണം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ MLA തൻ്റെ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ, പ്രധാനമായും കോൺഗ്രസിൻ്റെ ആവശ്യം. കാരണം ഇത്തരത്തിൽ ഒരു MLA തന്നെ ഈ ഒരു സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. കാരണം ഇത്രയും ഗുരുതരമായ ആരോപണമാണ് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നതും അല്ലെങ്കിൽ പരാതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് വരെ നീങ്ങാം. ആ ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴാണ് മുകേഷ് മുൻകൂർ ജാമ്യം തേടി പോകുന്നതും അതിപ്പോൾ 5 ദിവസം വരെ ഈ ഒരു അറസ്റ്റ് തടയുന്നതും. പക്ഷേ പ്രതിഷേധം എന്തായാലും തുടരാൻ തന്നെയാണ് തീരുമാനം. നാളെ മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക്, ഭരണകേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ തിരുവനന്തപുരത്തെ മുകേഷിൻ്റെ വീട്ടിൽ പോലീസിൻ്റെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. കാരണം പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്ത് വലിയ രീതിയിൽ പോലീസിൻ്റെ ബാരിക്കേഡുകളടക്കം ആ പരിസരത്ത് കെട്ടി വീട്ടിലേക്ക് ആരെയും കടന്ന് ചെല്ലാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു സുരക്ഷയായിരുന്നു ഉറപ്പാക്കിയിരുന്നത്. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ മുകേഷിൻ്റെ വസതിയിലേക്ക്, ആ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് പോലീസ് പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു. ഈ ബാരിക്കേഡ് കെട്ടി, ഈ മുകേഷിൻ്റെ വീടിനടുത്തായി തന്നെ ഈ ബാരിക്കേഡുകൾ കെട്ടി പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരുന്നു. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് ആദ്യം മറിച്ചിടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇത് മറികടന്ന് ഇതിന് മുകളിൽ കയറി ചാടി അപ്പുറത്ത് കിടക്കാൻ വരെ ശ്രമം നടന്നിരുന്നു. പിന്നീട് പോലീസ് ഇവരെ തടഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുന്നു. പിന്നീട് അവർ കുത്തിയിരുന്ന് പ്രകടനം നടത്തുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ഏതാണ്ട് 10-20ഓളം വരുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആ സ്ഥലത്തേക്ക് എത്തുന്നതും അവരുടെ പ്രതിഷേധം എത്തുന്നതും. പിന്നീടാണ് ഈ കാര്യങ്ങൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നതും. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം തന്നെ വന്ന് ഈ ബാരിക്കേഡിന് മുകളിലൂടെ മറികടന്ന് ഇത് ചാടിക്കടക്കാനാണ് ശ്രമിച്ചത്. ചില വനിതാ പോലീസുകാർ അടക്കം ആ സ്ഥലത്തുണ്ടായിരുന്നു. ഈ പ്രവർത്തകരെ വനിതാ പോലീസുകൾ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇവർ ഇതൊന്നും വകവയ്ക്കാതെ എടുത്തു ചാടുകയും ഈ കൂട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഈ ബാരിക്കേഡ് എടുത്തു ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസിന് ലാത്തി വീശേണ്ടി വരുന്നു. ഈ പ്രവർത്തകർ നേരെ ഈ ബാരിക്കേഡ് കെട്ടി തടഞ്ഞ സ്ഥലത്ത് നിന്ന് മുകേഷിൻ്റെ വീടിന് അടുത്തുവരെ ഓടിയെത്തുന്നു. പിന്നീട് അവിടെ പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസുമായി ഒരു വാക്കേറ്റം ഉണ്ടാകുന്നതും നേരിയ രീതിയിൽ സംഘർഷത്തിലേക്ക് വഴിമാറുന്നതും. എന്തായാലും മുകേഷ് രാജിവെക്കുന്നതുവരെ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തലസ്ഥാന നഗരിയിൽ വിവിധയിടങ്ങളിലായി ഇത്തരത്തിൽ മുകേഷിനെതിരെ പ്രതിഷേധം നടന്നിരുന്നു. മാത്രമല്ല കൊല്ലത്തും സമാനമായ രീതിയിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് പക്ഷേ വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ്. മുകേഷിൻ്റെ മുഖംമൂടി അണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഒരു വികാരപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാഗം അത് മുഖംമൂടിയായി വെച്ച് കയ്യിൽ കോഴിയേന്തിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. അതും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി മാറുന്നു. ചുരുക്കത്തിൽ ഈ ഒരു സംഭവത്തിൽ മുകേഷ് രാജിവെക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ അപ്പോഴും അദ്ദേഹം
തലസ്ഥാനത്തെ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മുതൽ തന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ മുകേഷ് ആ വീട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനവും പുറത്ത് തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ അദ്ദേഹമോ പുറത്തിറങ്ങി വന്ന ഒരു തൻ്റെ പ്രതികരണത്തിന്റെ സാഹചര്യം ഉണ്ടാകുമോ? അതാണ് അശ്വിൻ അറിയേണ്ടത്. 5 ദിവസത്തെ സാവകാശമുണ്ട്, പാർട്ടി ഒപ്പമുണ്ട്. അപ്പോൾ എം മുകേഷിന് ന്യായമായും പ്രതികരിക്കാവുന്നതേ ഉള്ളൂ. ആ പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? അദ്ദേഹവുമായി ഒന്ന് സംസാരിച്ച് നോക്കൂ അശ്വിൻ. സുജിയ, നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട എന്നൊരു നിലപാടിലാണ് മുകേഷ് ഉള്ളത്. കാരണം അദ്ദേഹത്തിന് ലഭിച്ച നിയമോപദേശവും അതുതന്നെയാണ്. നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണണ്ട എന്നുള്ള രീതിയിലുള്ള ഉപദേശമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ ാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും എം മുകേഷിന്റെ പ്രതികരണം വൈകുന്നുണ്ട്. ആ പ്രതികരണം ഉണ്ടാകുമോ അതോ പ്രതികരണം ഇപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് മുകേഷ് എത്തിയോ എന്നതാണ് അറിയേണ്ടത്.